ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റബിസ്വേൾഡ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഹെമിഗ്രാഫിക്സ് റെപ്പൻഡ എന്ന ബോർഡർ ഗ്രാസ് എന്ന പ്ലാന്റിനെ കുറിച്ച് പറയാനാണ്. നമ്മുടെ ഗാർഡനിൽ പല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓർണമെൻ്റൽ ഗ്രാസാണ് ഈ ഹെമിഗ്രാഫിക് റിപ്പൻഡ അഥവാ ബോർഡർ ഗ്രാസ്. ഹാങ്ങിങ്ങിലും സ്പൈറൽ ഹാങ്ങിങ്ങിലും ഇതുപോലെ മുറ്റത്തും ഒക്കെ നമുക്ക് ബുഷിയാക്കിയിട്ട് ഇത് വളർത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ കട്ടിങ്സിൽ നിന്നാണ് ഇതുപോലെ ബുഷിയായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ വളർത്താൻ ആവശ്യമായിട്ടുള്ള പോട്ടിംഗ് മിക്സും അതുപോലെ കെയറിങ്ങും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം ഞാൻ കുറച്ച് കട്ടിങ്സ് ഇതുപോലെയാണ് വെച്ചിരുന്നത്. അതാണ് പിന്നെ ബുഷിയായിട്ട് വളർന്നു വന്നത്. അതെങ്ങനെയാണ് അതുപോലെ ബുഷിയായിട്ട് വളർന്നു വന്നത് എന്ന് നമുക്ക് നോക്കാം. ഹാങ്ങിങ്ങിലും വെർട്ടിക്കൽ ഗാർഡനിലും സ്പൈറൽ ഹാങ്ങിങ്ങിലുമൊക്കെ നമുക്ക് ഈ ഗ്രാസ് സെറ്റ് ചെയ്യാം. ഇത് വെർട്ടിക്കൽ ഗാർഡനിൽ ഞാൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതുപോലെ കട്ടിങ്സ് എടുക്കുക. റൂട്ടൊന്നും ആവശ്യമില്ല. ഇതുപോലെ കട്ടിങ്സ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. മണലും പിന്നെ ചുവന്ന മണ്ണും ചാണകപ്പൊടിയുമാണ് ഇതിനു വേണ്ടി പോട്ടിംഗ് മിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചെടി വളർത്താൻ ഉപയോഗിക്കുന്ന പോട്ടിലേക്ക് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മണ്ണൊന്ന് നനച്ച് കൊടുക്കാം. പിന്നെ ബോർഡർ ഗ്രാസിൻ്റെ കട്ടിങ്സിൽ നിന്നും ഓരോന്ന് വീതം എടുത്തിട്ട് കുറച്ചധികം അടുക്കി വെച്ച് നമുക്ക് ഇതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ നമുക്കിതുപോലെ പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ പോട്ട് മുഴുവനായിട്ട് ബോർഡർ ഗ്രാസ് നിറഞ്ഞു നിൽക്കും. ഇത് കൂടുതലായിട്ട് വളരുമ്പോൾ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും. ഫ്ലവേഴ്സ് വരുന്നതിന് മുന്നേ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 പ്രാവശ്യം നമുക്ക് വാട്ടറിങ് അത്യാവശ്യമാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ ഇത് വയ്ക്കാൻ പാടില്ല. പ്ലാന്റ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്നും കൂടെ നനച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വെർട്ടിക്കൽ ഗാർഡനിൽ ഞാൻ ഇതുപോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2 ആഴ്ച കഴിയുമ്പോഴേക്കും നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ റൂട്ടൊക്കെ വന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ് ബോർഡർ ഗ്രാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.